അവിടുത്തെ വില പിടിച്ച സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്ന സമയത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചു. എന്തിനാണ്? ഈ കൊള്ളയിൽ നിന്ന് ശ്രദ്ധ മാറ്റാനായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും. ആ തീരുമാനം നടത്താൻ നേരത്ത് ഒരു പാവ മനുഷ്യൻ, സാധുവായ മനുഷ്യൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കോടതിയിൽ പോയി പരാതി കൊടുത്തു. എന്താ പരാതി കൊടുത്തത്? അയ്യപ്പന്റെ സന്നിധാനത്തിലല്ലാതെ ഒരു അയ്യപ്പ സംഗമം പുറത്ത് നടത്തുന്നത് ശരിയല്ല. പമ്പയിലായാലും ശരി, അയ്യപ്പ സന്നിധാനത്തിലാവണം. കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു. എന്താ ഇടപെട്ടതെന്നറിയോ? അയ്യപ്പ സംഗമം മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ല, നടക്കട്ടെ. പക്ഷേ കോടതി മോണിറ്റർ ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കണം, അതിനു മുമ്പ് ഗവൺമെന്റ് പണമിറക്കാൻ തീരുമാനിച്ചു. ഊരാലുങ്കലിന് ഓൾറെഡി കരാറൊക്കെ കൊടുത്തു. എന്നിട്ട് എല്ലാം ചെയ്തു വെച്ചപ്പോഴാണ് കോടതിയുടെ നിരീക്ഷണം വരുന്നത്. അടിച്ചു മാറ്റാൻ തീരുമാനിച്ച കോടികളിൽ ഇവർക്ക് ചെറിയ വിഭ്രാന്തി ഉണ്ടായി. എന്നാൽ നടത്താൻ തീരുമാനിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ആ നടത്താൻ മുൻകൈയെടുത്ത രണ്ടാളുടെ പേരെന്തെന്നറിയോ? ഒന്ന് മുരാരി ബാബു, അയാൾ പിന്നീട് സ്വർണ്ണക്കടത്ത് കേസിൽ, ശബരിമല സ്വർണം കടത്തിയതിൽ പ്രതിയായി. രണ്ടാമത് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇയാളാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അതിന് മെയിൻ ചാർജ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായിരുന്നു. അയാളാണ് പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ശബരിമല കൊള്ള നടത്തിയ കള്ളന്മാരാണ്. ഉദ്ഘാടനം ചെയ്യാൻ വന്ന പിണറായി വിജയൻ മുതൽ അതിലെ കക്ഷികളാണ്. അല്ലാതെ ആഗോള അയ്യപ്പ സംഗമം വേറെ എവിടെ നടന്നു? ഇവിടെ സ്വർണ്ണം അടിച്ചു മാറ്റി വേറെ നടന്നു വിചാരിക്കേണ്ട. ഒരു സീരീസ് ഓഫ് കൊള്ളയാണിത്. കൊള്ളയുടെ ഒരു പരമ്പരയാണ്. അതിന്റെ തുടക്കത്തിലാണ് ഇതില് എന്താണ് ഈ പോറ്റി അടക്കം, അല്ലെങ്കിൽ ഈ മുരാരി ബാബു അടക്കം ചേർന്നിട്ട് അവിടെ ഈ സംഗമം ഉണ്ടാക്കുക. അങ്ങനെ